ഹലോ ഗൈസ്, അപ്പോൾ ദാ രാവിലെ ഒരു 7 മണി സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ മുറ്റത്തൊരു തെങ്ങുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഞാൻ ഈ ഒരു ജാതിക്ക മരത്തിൻ്റെ അടുത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ആണ് കേട്ടോ എടുക്കാൻ പോണത്. പിന്നെ ഇത് നമ്മുടെ മുറ്റത്തെ ജാതിമരമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 വർഷമായി കേട്ടോ ഈ ഒരു ജാതിമരം വെച്ചിട്ട്. പിന്നെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് കഴുകി വെച്ച കൊട്ടാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മുറ്റത്തെ ഒരു തെങ്ങാണ്. അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ തേങ്ങ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ തേങ്ങ ഒക്കെ പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയിട്ട് ചട്നി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരവാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇതിൽ നിന്ന് ചിരണ്ടാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ചിരണ്ടി കിട്ടുന്നുണ്ട്, അധികം പ്രഷറൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയി തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിരവ കൊണ്ട്. പിന്നെ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുളകും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ആണ് കേട്ടോ ഇട്ടത്. ഞാനിന്ന് തട്ടുദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതൊന്ന് വേഗം അരച്ചെടുക്കട്ടെ, എന്നിട്ട് ആദ്യം ചട്നി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. സാധാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറിവേപ്പില അതുപോലെ കടുകുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചട്ടിയൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തതിന് ശേഷം കരിവേപ്പില മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചട്നി ആയിട്ടുണ്ട്. എനിക്ക് ദോശൻ്റെ കൂടെ വൈറ്റ് ചട്നി നിർബന്ധമാണ് കേട്ടോ. വേറെ ചിക്കൻ കറി എന്ത് കറി ഉണ്ടായാലും എനിക്ക് ഈ ഒരു ചട്നിയാണ് കേട്ടോ ദോശൻ്റെ കൂടെ ഇഷ്ടം. പിന്നെ തട്ട് ദോശയാണ് കേട്ടോ. കുറേ ദോശ കഴിച്ച് മടുത്തപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ തട്ടുദോശയാണ് കേട്ടോ. കഴിക്കാനും നല്ല സോഫ്റ്റാണ്, കാണാനും അതുപോലെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇപ്പം തട്ടുദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.